എല്ലാവർക്കും സന്തോഷം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷം തന്നെയാണല്ലോ, അങ്ങനെ ആയിരിക്കട്ടെ, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഇന്ന് നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ് ഭാഗ്യം കൊണ്ട്. ഇങ്ങനെ ഒത്തുകൂടുക, സത്സംഗം ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ കൂടിച്ചേരുമ്പോൾ നമ്മൾ ബൗദ്ധികവും അതുപോലെ തന്നെ മാനസികവുമായിട്ടുള്ള ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരുപാട് കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ലളിതമായൊരു ചോദ്യം. ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുകളാണുള്ളത്? ശരിയാണ്, 24 മണിക്കൂർ. എന്തുകൊണ്ടാണ് അത് 24 മണിക്കൂർ തന്നെയായത്? എന്തുകൊണ്ട് 25 ആയില്ല? എന്തുകൊണ്ട് 20 ആയില്ല, 10 ആയില്ല? ഞാനൊരു കഥ പറഞ്ഞു തരാം. ഈ കഥ ഹീലിയോസ് ദേവനെ കുറിച്ചാണ്. ഹീലിയോസ് ഒരു ഗ്രീക്ക് ദേവനാണ്. പുരാതന ഗ്രീസിൻ്റെ ക്രൈസ്തവീകരണത്തിനു മുന്നേയുള്ള ദേവതാ വിശ്വാസക്കാലത്തിലുണ്ടായിരുന്ന ഒരു ദേവൻ. ഭാരത സംസ്കൃതിയിൽ ഇതിന് സൂര്യദേവൻ എന്നാണ് പറയപ്പെടുന്നത്. ഒരു നാൾ ഹീലിയോസ് ദേവനും സെലീന ദേവിയും, അതായത് ഭാരതീയ സങ്കല്പത്തിലെ ഇന്ദുമുഖി ദേവി, ചാന്ദ്രദേവത, അങ്ങനെ ഒരു യോഗം വിളിച്ചു. ഹീലിയോസ് ദേവനും സെലീന ദേവിയും ഒരു യോഗം വിളിച്ചു. ഇവർക്ക് 2 പേർക്കുമാണ് ലോകത്തിൻ്റെ താളം നിശ്ചയിക്കാനുള്ള, താളം നിലനിർത്താനുള്ള അധികാരമുള്ളത്, ഉത്തരവാദിത്വമുള്ളത്. ജീവിതത്തിന് തന്നെ ഒരു താളമുണ്ട്. ഈ ഇഹലോക ജീവിതത്തിനും അതുപോലെ തന്നെ നമ്മുടെ പൂർണ്ണ ജീവിതത്തിനും ഒരു താളമുണ്ട്. നമ്മൾ പൾസാർ എന്നുള്ള നക്ഷത്ര രൂപങ്ങളെ പറ്റി കേട്ടിരിക്കും. പൾസാർ ഒരു പൾസസ് ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു, ഭൗമശാസ്ത്രം, ആധുനിക ഭൗമശാസ്ത്രം പറയുന്നു. അതിരിക്കട്ടെ, നമ്മൾക്ക് കഥയിലേക്ക് തന്നെ വരാം. ഹീലിയോസ് ദേവന് ഒരു സ്വർണ്ണരഥമുണ്ട്, പ്രകാശമാനമായ ഒരു സ്വർണ്ണരഥം. ഹീലിയോസ് ദേവൻ പകൽ മാനത്തോട് തൻ്റെ രഥത്തിൽ സഞ്ചരിക്കുന്നു, ലോകത്തിന് പ്രകാശം തന്ന് അനുഗ്രഹിക്കുന്നു. സെലീന ദേവിക്ക് മൃദുപ്രകാശം പരത്തുന്ന വെള്ളി രഥമാണുള്ളത്. അവർ രാത്രിയിൽ ആകാശത്തൂടെ സഞ്ചരിച്ച് ലോകത്തിന് മൃദുപ്രകാശം പ്രദാനം ചെയ്യുന്നു. ഇവരുടെ സ്വർഗതല സമ്മേളനത്തിൽ ഒരു ധർമ്മസങ്കടത്തെ അനുഭവിക്കേണ്ടി വന്നു. പകലിനെയും രാത്രിയെയും ഭരണ സൗകര്യത്തിനായി വിഭജിക്കേണ്ടതുണ്ടായിരുന്നു. അതായത് ഒരു ദിവസത്തെ 2ആയി ഭരണ സൗകര്യത്തിനായി വിഭജിക്കേണ്ടതുണ്ടായിരുന്നു. സൂര്യദേവൻ്റെ അധീനതയിലുള്ള പകലും ഇന്ദുമുഖി ദേവിയുടെ അധീനതയിലുള്ള രാത്രിയും. ലോകത്തിൽ ജീവിക്കാനുള്ള സുഗമം ഉണ്ടാവാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്, സർവ്വചരാചരങ്ങൾക്കുള്ള സുഖം ഉറപ്പിക്കാനായിട്ട്. അങ്ങനെ ഹീലിയോസ് ദേവനും സെലീന ദേവിയും ഒരു ദിവസത്തെ 2ആയി പകുക്കാൻ തീരുമാനിച്ചു. പകുതി പകൽ, പകുതി രാത്രി. പിന്നീട് ഓരോ ദിവസവും 24 മണിക്കൂർ ആയി വിഭജിച്ചു. അതിൽ 12 മണിക്കൂർ ഹീലിയോസ് ദേവനും മറ്റേ 12 മണിക്കൂർ സെലീന ദേവിക്കും അധീനതയിലാക്കി. ഈ വിഭജനം പ്രപഞ്ചത്തിൽ സന്തുലിതമായ സമയക്രമം ഉണ്ടാകാൻ സഹായിച്ചു. യഥാർത്ഥത്തിൽ പുരാതന ഈജിപ്തുകാരാണ് ആദ്യമായി ഈ ക്രമം ഉപയോഗത്തിൽ വരുത്തിയത്. പകൽ 10 മണിക്കൂറും രാത്രി 10 മണിക്കൂറും, അതിനിടയിലെ പകർച്ചാവേളകൾ, അതായത് സന്ധ്യാവേളകൾ 2 മണിക്കൂർ വീതം, അങ്ങനെ 4 മണിക്കൂർ, അതായത് ഒരു ദിവസത്തിന് 24 മണിക്കൂർ. ഭാരതീയ സങ്കല്പപ്രകാരം 10 യാമമാണ് പകൽ, 10 യാമം രാത്രിയും. സമയം, കാലം, അതുപോലെ സ്ഥാനം, ഇവയ്ക്കൊക്കെ ഭാരതീയമായ വളരെ പഴകിയതായ ഗ്രന്ഥങ്ങളുണ്ട്. ഇവ എന്താണെന്ന് നിർവചിക്കുകയും എങ്ങനെയെന്ന് മനസ്സിലാക്കി തരികയും ചെയ്യുന്ന. എന്നാൽ സാധാരണ തലത്തിലുള്ള ഒരു വ്യക്തിക്ക് അത് ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതല്ല. എന്നാലും അനവധി ഗ്രന്ഥങ്ങളുണ്ട്. സമയം എന്താണ്, സ്ഥലം എന്താണ്, സ്ഥാനം എന്താണ് എന്നൊക്കെ പറയുന്ന. സമയവും സ്ഥാനവും ഒന്ന് തന്നെ എന്ന് തന്നെയാണ്. അവ 2ആയി തോന്നുന്ന വിധത്തിൽ വിഭജിക്കപ്പെട്ടതാണെന്നും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണെന്നും അത് സൃഷ്ടിയുടെ ഒരു ഘട്ടത്തിൽ വന്നു ചേർന്നതാണെന്നും
അത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തന്നെ വിലയം പ്രാപിക്കുന്നു എന്നും ഭാരതീയ സങ്കല്പപ്രകാരം ഒരു ദീർഘവർത്തുളാകൃതിയിലാണ് സമയവും കാലവും ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, രേഖീയമായ അവസ്ഥയിലല്ല. എന്നാൽ യൂറോപ്യൻ അല്ലെങ്കിൽ ജൂഡായിസം മുതലായിട്ടുള്ള പുരാതന സംസ്കാരത്തിലൂടെ നോക്കുമ്പോൾ അത് രേഖീയമാണ് തന്നെ. എങ്ങനെയായാലും ഈ 24 മണിക്കൂർ വന്നു ഒരു വൃത്തത്തെ സമമായി 24 വിഭജിച്ച രീതിയിൽ ഭാരതീയ ചിന്താഗതിയിൽ അത് പറയുന്നു. അപ്പം ഇതാണ് 24. നമ്മുടെ അശോക ചക്രത്തിൻ്റെ ആരങ്ങളും 24. ഇതും വളരെ പുരാതന കാലത്ത് തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ 24 കൂടുതൽ സ്വീകാര്യമായ മറ്റ് വിധികളും ഉണ്ടായിരിക്കാം. ഭാരതീയ സങ്കല്പത്തിൽ സമയം, അതായത് ഒരു തളിരിലയെ ഒരു കൂർത്ത ഒരു സൂചി കൊണ്ട് മെല്ലെ മുകളിൽ സ്പർശിച്ച് അടിയിലെത്താനുള്ള എടുക്കുന്ന ആ സമയം മുതൽക്ക് യുഗങ്ങൾ, ചതുർയുഗങ്ങൾ, മന്വന്തരങ്ങൾ, ഇങ്ങനെ ഒരുപാട് രീതിയിൽ സമയങ്ങൾ വിഭജിച്ചിട്ടുണ്ട്. ഇവയും ഒന്ന് വായിച്ചു പഠിക്കുന്നത് നല്ലതാണ്. എന്തായാലും നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനിയും ആലോചിച്ച് കൂട്ടായി ഒരു തീരുമാനങ്ങളിൽ എത്തുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു. Please subscribe to my channel. Press the bell icon for notifications. And please share my channel videos. Thank you very much.